ഹലോ ഗൈസ്. ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങൾക്ക് സ്പെഷ്യൽ, നിങ്ങൾക്ക് സ്പെഷ്യൽ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മോന് ക്യാമറ പിടിക്കണ്ടോ? എനിക്ക് നീളം ഇല്ലാത്തോണ്ട് മോന്റെ തല കിട്ടുന്നില്ല. എന്റെ മേക്കപ്പ് കണ്ടിട്ട് ആരും ഇത് ചെയ്യണ്ട. ഞാൻ ഇതിനു വേണ്ടി വീട്ടിലിങ്ങനെ ഹിന്ദി സിനിമയിലെ പോലെ മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കുന്നതല്ല, കൂതറ കുളത്തിലാണ് വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നന്നായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്പെഷ്യലാണ്, വേറൊന്നല്ല. ഇപ്പം നവംബർ ആയില്ലേ, അടുത്ത മാസം എന്താണ് സ്പെഷ്യൽ? ലോകം മൊത്തം ആഘോഷിക്കുന്നത് നമ്മുടെ ക്രിസ്മസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഫേവറേറ്റ് സീസണാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഞങ്ങൾക്കും അതേപോലെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട് ഫുള്ളെന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയകൾ ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് ട്രീയും ഈ ഫയർ പ്ലേസും മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ എവിടെയൊക്കെ വെക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ രണ്ടുപേരുടെയാണ് ചെയ്യാൻ പോവാണ്. ഈ കുരുപ്പിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇത് കണ്ടോ, ഈ ഐറ്റംസ് കണ്ടോ? ഇതാണ് നമ്മൾ മൊത്തം സാധനങ്ങൾ പെട്ടിയിലും അല്ലാണ്ടും ഇല്ലാണ്ടും പോയത്. ഈ കൊല്ലം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അധികം ഒന്നും വാങ്ങിയിട്ടില്ല. ഇത് ഇതിന്റെ അകത്തൊരു 50% ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ്. അതെ, അതായത് കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്തതല്ല, കഴിഞ്ഞ കൊല്ലത്തെ വിന്റർ തീരുന്ന സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച. കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്ത് ഒന്നുമില്ല. ഈ കൊല്ലം എല്ലാം പുതിയതാ. അതായത് ഇവിടുത്തെ ഒരു സീക്രട്ട് ആണ്, ഇവിടെ ഉള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ ഡിസംബർ തീർന്നു കഴിയുമ്പോഴത്തേക്ക്, ഡിസംബർ എന്നല്ല, എന്ത് സെലിബ്രേഷൻ വന്നാലും ആ സെലിബ്രേഷൻ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസംബർ, മോൻ്റെ കൈ വേദന എടുത്തിട്ട് ക്യാമറ തിരിക്കാൻ പോയതാണ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസിൻ്റെ പറയുകയാണെങ്കിൽ, ക്രിസ്മസ് ഒരു 25 കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പം ഈ ഷോപ്പുകളിലെല്ലാം ക്രിസ്മസിൻ്റെ വന്നിരിക്കുന്ന സാധനങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് 70%, 80% ഒക്കെ ക്ലിയറൻസിൽ ഇട്ടേക്കും. അപ്പോൾ ഇവിടെ മിക്ക ആളുകളും ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള സാധനങ്ങളെല്ലാം അന്നേരം പോയി വാങ്ങും. അപ്പം ഞങ്ങളും ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് തീർന്നു കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ് മിക്ക സാധനങ്ങളും. അത് കാരണം നല്ല ഓഫർ കിട്ടിയതാണ് ഇതൊക്കെ. ഇപ്പം ഞങ്ങൾ പോയി ചുമ്മാ റൗണ്ട് അടിച്ച് ഞങ്ങൾ നോക്കിയായിരുന്നു, നല്ല പൈസയാണ്, ഇരട്ടി പൈസ. അതെ, അപ്പം നല്ല ഓഫറിൽ കിട്ടിയ സാധനങ്ങളാണ് ഇത് മിക്കതും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ തുടങ്ങാൻ പോയി. ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ പണിയായുധങ്ങൾ രാജാവേ. ഇത് പുതിയ ട്രീ, ക്രിസ്മസ് ട്രീ. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രീയിൽ എങ്ങനെ ഇതിൽ മഞ്ഞ് വീണ ടൈപ്പ് മോഡലാ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ കൊല്ലം പാറും അത് മേടിച്ചു വെച്ചു. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ സ്നോ വീണ് കിടക്കുന്ന പോലത്തെ ട്രീ എനിക്ക് നോർമലി ഈ ടൈപ്പ് ആയിരുന്നു ഞങ്ങളുടെ പഴയ ട്രീയുടെ ഫോട്ടോ ആഡ് ചെയ്യാം. പഴയ ട്രീ ഇതായിരുന്നു. പക്ഷെ എനിക്ക് ഇതും വെച്ച് നോക്കി എനിക്ക് ഇതാ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇത് പോയി അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോവാൻ. ഞങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്താന്നുള്ളത് ഞങ്ങളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഓരോന്ന് കാണിച്ചു തരാം. ഫുള്ള് വീഡിയോ ആക്കുന്നില്ല, ലെങ്തി ആയി പോകും. ഞങ്ങൾ പറ്റാവുന്ന ടൈം ലാപ്സ് വെച്ചിട്ടോ അല്ലാണ്ട് നമ്മൾ എടുത്തിട്ടോ നീ എന്നെ കാണിക്കൂ. അവിടെ ആരാ സംസാരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ വീഡിയോ ആക്കുന്നില്ല, ഭയങ്കര ലെങ്തി ആവും. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മറ്റേ എന്റെ ഇതായിരിക്കില്ല മോണിന്റെ ഇത്, അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കാരണം ഞങ്ങൾ ഫുള്ള് കാണിക്കുന്നില്ല. ഓരോ സാധനവും തുടങ്ങുന്നതും കാണിക്കാം. അത് ഞാനാണ് ഇവിടെ സംസാരിക്കുന്നത്, നിങ്ങളുണ്ട് ഈ ഐറ്റത്തിൽ എന്തിനാ എടുക്കുന്നത്? അപ്പൊ തുടങ്ങുന്നതും കാണിക്കാം, അതിന്റെ ഫൈനൽ ഔട്ട്കം കാണിക്കാം, ലാസ്റ്റ് ഫുള്ളും കാണിക്കാം. ഓക്കെ ഇസുട്ടി ഓക്കെ ആണോ? ഇസുട്ടി അവിടെ ഓൾറെഡി എല്ലാം നന്നാക്കാൻ തുടങ്ങി അല്ലേ? അത് ഞങ്ങളുടെ ഒരു പേടിയാണ്. ഈ കൊല്ലം ട്രീ വെക്കണോ വേണ്ടയോ, ഈ മേടിച്ചു വെച്ച സാധനമൊക്കെ വെറുതെ ആയിരിക്കുമോ എന്നാണ് ഞങ്ങളുടെ ഡൗട്ടായിരുന്നു. ഇത് കാണുന്നുണ്ടല്ലോ. ഇത് വെച്ച് കഴിയുമ്പോൾ ഇവിടെ എത്ര ദിവസം ഇതിങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കാൻ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാന്ന് സാധനം ഓൾറെഡി തട്ടിക്കളയാ.
കൊമ്പി കൊമ്പി മതിട്ടോ മതിട്ടോ. ശരി. താങ്ക് യു താങ്ക് യു. സൂപ്പിടല അവിടെ പണി ഒപ്പിക്കാനുള്ള പരിപാടി കളി. ഷോപ്പിംഗ് വേറും ഷോപ്പിംഗ്. അമ്മയ്ക്കൊരു ഉമ്മ വരുമോ സു? അമ്മയ്ക്കൊരു ഉമ്മ വരുമോ? എനിക്കിവിടെ ഉമ്മ കിട്ടി ഗൈസ്. ക്യാമറയിൽ പകർത്താൻ പറ്റും. വാ തുടങ്ങിക്കോളൂ. ഇതിന് ഫ്രണ്ടിലത്തെ ടേബിൾ സെറ്റ് ആക്കി. നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞ് കയറി വരുമ്പോ തന്നെ ഇത് കയറി വരുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് തുടക്കുക. ഈ ടേബിള് നമ്മുടെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ഇസുട്ടിയുടെ ബർത്ത്ഡേയുടെ ടേബിളാണ്. ബർത്ത്ഡേക്ക് കേക്കും അതെല്ലാം സെറ്റ് ചെയ്ത ടേബിളായിരുന്നു. ഫ്രണ്ടിൽ ഒരെണ്ണം ചെരുപ്പെല്ലാം പോയി മാന്തി പറക്കി എടുക്കുന്നുണ്ട്. ഓക്കെ തുടച്ചു. ഇനി ഇത് ഞാൻ ഇവിടെ വെക്കാൻ മേടിച്ചതായിരുന്നു. ഇതൊന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യണം. ഇത് ഫുള്ള് കാണിക്കേണ്ട അവനും. ജസ്റ്റ് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഇവിടെ തൂക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് ഇവിടുത്താണ് തുടങ്ങുന്നത്. ഇനി അവിടെ 2 ക്യാൻഡിൽ സെറ്റ് ചെയ്യാം. ഇനി ഇതില് ക്യാൻഡിൽ വരാണ്ട് അതൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഫൈനൽ കാണിച്ചു തരാം. അടുത്ത ഇത് തന്നെ പരസ്പരം പൊരുത്തു വെക്കാൻ പറ്റുമോ? നൂലുണ്ടെങ്കിലേ ഒരു ചെറിയ നൂല് കിട്ടിയാൽ നമുക്ക് ഈ നേരത്തെ ഇതിനകത്ത് കെട്ടി വെച്ചാൽ മതി. ഇത് ആ തൂണിലോട്ട് കെട്ടി കെട്ടി അങ്ങ് പോയാൽ മതി. ആ ഓരോ പൊസിഷനിൽ എനിക്കിങ്ങനെ പോകാമല്ലോ. ആ മറ്റേ കമ്പി ഉണ്ടോ? കമ്പി
was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞു, ഒരു 80% കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മൾ ചെയ്തേക്കണ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉള്ള ഫ്രണ്ടിലത്തെ ഏരിയ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പാപ്പാനെയൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ലൈറ്റ് കിടത്തിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇസൂട്ടിയുണ്ട് എന്നോടെ ഇരുന്ന്, ഇസൂട്ടി പാൽ പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ വ്യൂ. എങ്ങനെയുണ്ട്? ഞങ്ങൾ തൃപ്തിയാണ്. ഇത് നമ്മുടെ ട്രീ. ഇത് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ മര്യാദയ്ക്ക്. ബ്ലൂ വൈറ്റ് സിൽവർ കോമ്പിനേഷൻ. ഇതാണ് ഡെന്നു കഴിഞ്ഞ കൊല്ലം തൊട്ട് പറയണ സാധനം. തീയൊക്കെ കത്തുണ്ട്, തീയൊക്കെ. ഇത് കാണിച്ച എൻ്റെ ഇതിലുണ്ട്. വേണ്ടിരിക്കണ ഒരാള്. ഇപ്പൊ സമയം കണ്ടോ? 1:30 കഴിഞ്ഞു രാവിലെ. എല്ലാ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പോൾ ഇത്രയായി. പിന്നെ ഇത് നമ്മുടെ മുകളിലേക്ക് പോണ സ്റ്റെയറിൻ്റെ അവിടെ തൂക്കിയത്. ഇനി ഇതെല്ലാം ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം. ഇത് നമ്മുടെ മുകളിലേക്ക് പോണ വഴി കണ്ടോ, സോക്സ് കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ട്രീ ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം. ട്രീ ലൈറ്റ് ഇടുമ്പോൾ വേറെ കളറാ. ലൈറ്റ് ഇടുമ്പോൾ ആണ് ഈ സാധനങ്ങൾ ഫുൾ സാധനങ്ങൾ എടുത്ത് കാണുന്നത്. ഓക്കെ, പിന്നെന്താ, പിന്നൊന്നുമില്ലല്ലോ കാണിക്കേ. എന്താന്ന്? ഇത് നമ്മുടെ ഇവിടെ നമ്മൾ സ്നോയൊക്കെ പേയിച്ചറിഞ്ഞിട്ടാ. ഇതിലാളില്ല, ആള് വന്നുള്ളൂ. ഇവിടെ ഒരു ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ വർക്ക്. ഇവിടെ ഡെൻസി എന്തൊക്കെയോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇസുട്ടിയുടെ പ്ലേ ഏരിയ ഞങ്ങൾ വെട്ടിച്ചുരുക്കി ഇത്രയാക്കി. പിന്നെ ഡെന്നി ഇവിടെ എന്തൊക്കെയോ ആക്കി. ഇവിടെയൊക്കെ പുതിയ സാധനങ്ങൾ വെച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഔട്ട്ഡോർ ആണ് പറഞ്ഞ പോലെ. അത് എടുക്കും, പക്ഷേ അതും ഇതും കൂടെ ലെന്തി ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഇത് വേറെ ആയിട്ടിടും. അപ്പോൾ ഇതായിട്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വൈൻഡപ്പ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. ഓക്കെ, ലൈക്ക് ഞങ്ങളെല്ലാം ചത്തും 2 മണിക്കൂർ തിരുകും പോയി പറഞ്ഞ സാധനം 12 മണിക്കൂറായോ? അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാ. ഈ കുട്ടീനെ ഉറക്കി ഞാൻ പുറത്ത് കയറി ചായ കുടിക്കാന്ന് പറഞ്ഞു. ഇനി വേണ്ട, ടേഡായി. ഓക്കെ, ഓക്കെ, ബൈ ബൈ.